Today we are going to cover the topic density based clustering. This is actually the last portion of our sixth module. We already learned about k-means clustering and hierarchical clustering. Those clustering are actually selecting the points based on the centroid and all, but here density based clustering is actually forming a cluster according to the density of the data. That means data points, how many number of data points are available on particular cluster. That cluster we are selecting with the help of two different parameters. Okay, അപ്പം രണ്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത്. ക്ലസ്റ്റർ നമ്മൾ ഒരു ഡെൻസിറ്റി, ആ ഒരു ഏരിയയിൽ വരുന്ന ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴേക്ക് പറഞ്ഞു പോകാം, അപ്പോൾ മനസ്സിലാകും. സോ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ് ഈസ് ആൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡ് ആണല്ലോ നമ്മൾ ഇപ്പോൾ ചാപ്റ്ററിൽ കംപ്ലീറ്റ് പഠിക്കുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡാണ്. നെക്സ്റ്റ്, ഇറ്റ് ഐഡൻറ്റിഫൈ ഡിസ്റ്റിങ്ക്റ്റീവ് ക്ലസ്റ്റേഴ്സ് ഇൻ ദ ഡേറ്റ based on the idea that a cluster in data space is a continuous region. നമ്മുടെ കയ്യിൽ കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ട്. ആ സ്പേസിലെ കണ്ടിന്യൂസ് റീജിയനിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നതാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഈ ക്ലസ്റ്റർ ഓരോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ക്ലസ്റ്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഹൈ ഡെൻസിറ്റി, ഹൈ പോയിൻ്റ് ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ലോ പോയിൻ്റ് ഡെൻസിറ്റി ഉള്ള ഏരിയനെ കണ്ടുപിടിക്കുകയും ഹൈ ആയിട്ട് ഡെൻസിറ്റി കൂടുതലുള്ള ഏരിയസിൽ നിന്ന് നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ലോ ഡെൻസിറ്റി പോയിൻ്റൊക്കെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് താഴേക്ക് നോക്കാം. സോ ഡെൻസിറ്റി ബേസ്ഡ്, അപ്പം ഈ പറയുന്ന ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ഡെൻസിറ്റി ബേസ്ഡ് സ്പേഷ്യൽ ക്ലസ്റ്ററിങ് ഓഫ് ആപ്ലിക്കേഷൻസ് വിത്ത് നോയ്സ്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടേമാണ്, ബട്ട് ഇറ്റ് ഈസ് സിമ്പിൾ. അപ്പോൾ എന്താണ് ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് DB scan algorithm. So you can see when you are referring the question papers, you can see this question in most of the question paper. That is DB scan, explain DB scan algorithm. Okay, so density based clustering, what is the full form? Density based clustering of application with noise. Okay, it is a base algorithm for density based clustering. So എന്താണ് DB scan ചെയ്യുന്നത്? DB scan can discover clusters of different shapes and size. Not the point. Different shapes and sizeൽ ഉള്ള ക്ലസ്റ്റേഴ്സിനെ ഫോം ചെയ്യാൻ DB scan അൽഗോരിതത്തിന് പറ്റും. എങ്ങനെയാണ്? ഫ്രം ദ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ, വലിയ നമ്മുടെ ഡേറ്റാസ് ഹ്യൂജ് ആണ്. ആ പറയുന്ന ഡേറ്റാസിൽ നിന്നും ദാറ്റ് ഡേറ്റ മേ കണ്ടെയ്ൻ ദി നോയ്സ് ആൻഡ് ഓൾസോ ദി ഔട്ട്ലയേഴ്സ്. ഓക്കെ, നോയ്സ് ആൻഡ് ദി ഔട്ട്ലയേഴ്സ്, ദ സിമിലർ മീനിങ് ആക്ച്വലി ബോത്ത് ഓഫ് ദം. അപ്പം നോയ്സിനെ നമുക്ക് ഉള്ള ഡേറ്റാസിനകത്തു നിന്നുള്ള നോയ്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ക്ലസ്റ്റേഴ്സിനെ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ്. നെക്സ്റ്റ്, DB scan അൽഗോരിതത്തിനകത്ത് നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മിനിമം പോയിൻറ്റ്സ്, അതായത് നമുക്കൊരു ക്ലസ്റ്റർ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മിനിമം ഇത്ര പോയിൻ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എത്രയാ? ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ പാരാമീറ്റർ ഫോർ DB scan algorithm, ദാറ്റ് ഈസ് മിനിമം പോയിൻറ്റ്സ്. മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ക്ലസ്റ്റർ ടുഗദർ ഫോർ എ റീജിയൻ ടു ബി കൺസിഡർഡ് ഡെൻസ്. അപ്പം മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ഡെൻസ് പോയിൻറ്റ്, ഡെൻസ്ഡ് ഏരിയ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എപ്സിലോൺ. അതായത് നമുക്കൊരു ക്ലസ്റ്റർ ഫോം ചെയ്യണമല്ലോ. ഈ ക്ലസ്റ്റർ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ക്ലസ്റ്റർ, അതായത് ഇപ്പം ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു. ഈ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര ഡേറ്റ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം? ഇതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ടാകും, ഒരു കോർ പോയിൻ്റ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു 4 പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. മിനിമം പോയിൻ്റ് എന്ന് പറയുന്നത് 4 ആയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് മിനിമം പോയിൻ്റ് എന്ന് പറയുന്നത്? മിനിമം പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊരു ക്ലസ്റ്റർ, ഇപ്പോൾ ഈ ഒരു പോയിൻറ്റിനെയാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഈ പോയിൻ്റ് ഇതിനൊരു ഡിസ്റ്റൻസ്, ഒരു റേഡിയസ് ഞാൻ കൺസിഡർ ചെയ്യും. അതെന്ന് പറയുന്നതാണ് എൻ്റെ എപ്സിലോൺ. ആ റേഡിയസിൻ്റെ ഉള്ളിൽ
എത്ര പോയിന്റ്സുകൾ ഉണ്ടെന്ന് നോക്കും. ഒരു കോർ പോയിന്റ്, ഞാനൊരു പോയിന്റ് എടുത്തു, കോർ പോയിന്റ് ആണോ അല്ലെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനൊരു പോയിന്റ് എടുത്തു, ആ പോയിന്റിൽ നിന്ന് ഞാൻ എപ്സിലോൺ കൺസിഡർ ചെയ്തു, എന്നിട്ട് അതാണ് എൻ്റെ ഒരു പാരാമീറ്റർ, തന്നിരിക്കുന്ന ഒരു പാരാമീറ്ററാണ് എപ്സിലോൺ. ഇറ്റ് ഈസ് ആക്ച്വലി ദ റേഡിയസ് ആണ്. ആ റേഡിയസ് വെച്ചിട്ട് ഞാനൊരു ക്ലസ്റ്റർ ഫോം ചെയ്തു. ക്ലസ്റ്റർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഐ നീഡ് ടു ചെക്ക് വെദർ ദാറ്റ് ഏരിയ ഇസ് എ ഡെൻസ്ഡ് ഓർ ലോ ഡെൻസിറ്റി ഏരിയ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കി. ഞാൻ തന്നിരിക്കുന്ന എൻ്റെ അൽഗോരിതത്തിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് മീൻസ് മിനിമം 4 ആണ് വേണ്ടത്, അറ്റ്ലീസ്റ്റ് 4 വേണം. ഓക്കെ, 4 ആൻഡ് എബവ് ഉണ്ടെങ്കിലും എനിക്ക് എന്ത് പറയാം, അത് ഡെൻസ്ഡ് പോയിന്റ് എന്ന് പറയാം. അപ്പം ഇത് നോക്ക്, ഇതിനകത്ത് എത്ര പോയിന്റ്സ് ഉണ്ട്, 1 2 3 4 5 ടോട്ടൽ. ഈ പറയുന്ന ക്ലസ്റ്ററിനകത്ത് 5 പോയിന്റ്, ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് ദ പോയിന്റ് ദാറ്റ് ഐ സെലക്റ്റഡ് അല്ലേ, ഫോർ കൺസിഡറിങ് ദി സർക്കിൾ. സർക്കിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത പോയിന്റും കൂടെ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്ലസ്റ്ററിനകത്ത് ഞാൻ ഈ ഒരു ഇതാണല്ലോ പോയിന്റ് നോക്കിയത്, ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എപ്സിലോൺ വഴിച്ചു, 4 പോയിന്റ്സ് ഉണ്ട്. സോ മിനിമം പോയിന്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം, ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ദാറ്റ് ഐ സെലക്റ്റഡ് for drawing the cluster or for forming the cluster, this point is called എന്തെന്ന് വിളിക്കും നമ്മൾ, കോർ പോയിന്റ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും, കോർ പോയിന്റ്. ദിസ് ഈസ് വൺ ഓഫ് ദ ടേം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. സോ എന്താണ് കോർ പോയിന്റ് എന്നിപ്പോൾ മനസ്സിലായല്ലോ. അതായത് നമുക്ക് തന്നിരിക്കുന്ന മിനിമം പോയിന്റ്സും എപ്സിലോൺസും യൂസ് ചെയ്തിട്ട് നമ്മൾ എപ്സിലോൺ യൂസ് ചെയ്തിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, ഒരു എപ്സിലോൺ കൺസിഡർ ചെയ്തപ്പോൾ ഇതിനകത്ത് മിനിമം നമ്പർ ഓഫ് പോയിന്റ്സിനെക്കാട്ടിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് പി, കൺസിഡർ ദിസ് ആസ് എ പോയിന്റ് പി, ദിസ് പെർട്ടിക്കുലർ പോയിന്റ് പി ഈസ് എന്ത് പോയിന്റ് ആണ്, കോർ പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റസ് നെക്സ്റ്റ് അടുത്ത് ഞാനൊരു ടേം പറയാം. അതായത് ഞാൻ ഈ പറയുന്ന ഒരു ക്ലസ്റ്റർ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു, ഇവിടെ വേറൊരു ക്ലസ്റ്റർ ഉണ്ട്. ഓക്കെ, സപ്പോസ് ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു, ലെറ്റ് ഇറ്റ് ബി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആയിട്ടിരിക്കട്ടെ. എപ്സിലോൺ വെച്ചിട്ടാണ് ഞാൻ ഈ സർക്കിൾ ഫോം ചെയ്ത് ക്ലസ്റ്റർ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് വൺ പോയിന്റ് ഹിയർ. ഓക്കെ, ഐ വിൽ ചെക്ക് വെദർ this particular cluster is satisfying the minimum criteria. ഇതിനകത്ത് ആകെ 1 എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. എന്താണ് ഈ ഒരു പോയിന്റ് ക്യൂ എന്ന് പറയുന്ന പോയിന്റിനെ വെച്ച് നോക്കുമ്പം ഇവിടെ കിടക്കുന്ന ഈ ഒരൊറ്റ പോയിന്റ്, ബോർഡറിൽ കിടക്കുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അടുത്തത് ചെക്ക് ചെയ്യേണ്ടത്, ഇതെനിക്ക് നോയ്സ് ആണ് എന്ന് പറയാനും പറ്റില്ല. അടുത്ത കണ്ടീഷൻ, നമുക്ക് മിനിമം പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് ഈ ബോർഡറിൽ കിടക്കുന്ന ഈ ഒരു പോയിന്റ് വേറെ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിൻ്റെ കോർ പോയിന്റ് ആണോ എന്ന് നോക്കണം. വേറെ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിൻ്റെ കോർ പോയിന്റ് ആണോ എന്ന് നോക്കണം. സപ്പോസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം, ഇതിനകത്ത് ഇതില്ല കേട്ടോ, ഇവിടെ നിന്നാണ് ഡ്രോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് ക്യൂ എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് ഒരു പോയിന്റ് ആണ്. ഐ നീഡ് ടു ഫൈൻഡ്, ദാറ്റ് മീൻസ് ഈ ഫസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് ഞാനൊരു എപ്സിലോൺ വെച്ച് കൺസിഡർ ചെയ്തൊരു ക്ലസ്റ്റർ ഫോം ചെയ്തപ്പോൾ എൻ്റെ മിനിമം പോയിന്റ്സ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തില്ല. സോ ഞാൻ രണ്ടാമത് എന്ത് നോക്കണം, ആ ഉള്ള പോയിന്റ് വേറെ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിൻ്റെ കോർ പോയിന്റ് ആണോ എന്ന് നോക്കണം. സോ അങ്ങനെ ഇതൊരു കോർ പോയിന്റ് ആണ് എന്നിരിക്കട്ടെ. സപ്പോസ് ഇത് നമ്മൾ വരയ്ക്കുമ്പം എപ്സിലോൺ വെരി ലെവൽ, യു ഹാവ് ടു കൺസിഡർ ലൈക്ക് ദാറ്റ്, ഇതെന്ന് പറയുന്നത് കോർ പോയിന്റ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ എന്തെന്ന് വിളിക്കും, ബോർഡർ പോയിന്റ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും, ബോർഡർ പോയിന്റ്. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഞാൻ ഫോം ചെയ്തു. ഇവിടെ ഒരു ക്യൂ എന്ന് പറയുന്നത് ഇത് മിനിമം, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും കോർ പോയിന്റ് അല്ല, ബിക്കോസ് ഈ പറയുന്ന പോയിന്റിന് ചുറ്റും എന്താണ് ആ ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ മിനിമം പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നെക്സ്റ്റ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ പറയുന്ന ക്യൂ എന്ന് പറയുന്നത് ബോർഡർ പോയിന്റ് ആണോ എന്ന് നോക്കണം. എന്താണ് ബോർഡർ പോയിന്റ് ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ, ഈ തന്നിരിക്കുന്ന അതിനകത്ത് കിടക്കുന്ന ആകെയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്
ഒരു പോയിന്റോ ഇനിയിപ്പോൾ ഒന്നിൽ കൂടുതലോ ആയി കിടക്കണം എന്നിരിക്കട്ടെ, അല്ല ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ക്ലസ്റ്ററിൻ്റെ കോർ പോയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇതെന്ന് പറയുന്നത് കോർ പോയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ക്യൂ എന്തായിരിക്കും? ക്യൂ എന്ന് പറയുന്നത് ബോർഡർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അടുത്ത കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ അല്ല, അടുത്ത ടേം എന്ന് പറയുന്നത് ബോർഡർ പോയിന്റ് ആണ്. ഇനി അടുത്ത ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഇപ്പം ഞാനിത് വരച്ചു, ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ്, എപ്സിലോൺ എടുത്തു, ഇവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇത് കോർ പോയിന്റ് ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന പോയിന്റ് കോർ പോയിന്റ് ആണോ? കാരണം എനിക്ക് ക്യൂ എന്ന് പറയുന്നത് ബോർഡർ പോയിന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള പോയിന്റ്, ഓൾറെഡി എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റിൽ ഏതെങ്കിലും ഒരാൾ കോർ പോയിന്റ് ആണോ എന്ന് നോക്കണം. കോർ പോയിന്റ് അല്ല എന്നുണ്ടെങ്കിൽ കൺസിഡർ ദിസ് പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എന്താക്കി കൺസിഡർ ചെയ്യണം? അതൊരു നോയ്സ് പോയിന്റ് ആണെന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതൊരു നോയ്സ് പോയിന്റ് ആണ്. സോ see here there are 3 different points in DB scan. One is core point, noise point and a border point. Border point താഴെ എഴുതിയിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മിനിമം പോയിന്റ്സ് ഞാൻ പറഞ്ഞിരിക്കുന്ന 3 ആണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് വെൻ യു ആർ കൺസിഡറിങ് ദ സെൻറ്റർ ക്ലസ്റ്റർ, ഈ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് കോർ പോയിന്റ് ആണ്. ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റിംഗ്സ് ഓഫ് ഇറ്റ് സാറ്റിസ്ഫൈങ് ദ മിനിമം ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കോർ പോയിന്റ് ആണ്. വെൻ ഐ എം കൺസിഡറിങ് ഈ പറയുന്ന ആളിനെ നോക്കുവാണെങ്കിലും, അതായത് റൈറ്റിലും അതിൻ്റെ ലെഫ്റ്റിലും കിടക്കുന്നത് നോക്കുവാണെങ്കിൽ മിനിമം പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ കിടക്കുന്നത് നോക്കുക, ഇത് ഈ പറയുന്ന പോയിന്റ് ഞാനൊരു ക്ലസ്റ്റർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ക്ലസ്റ്റർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സീ ലൈക്ക് ദിസ്. അപ്പം ഇതിന് ചുറ്റും ഞാനൊരു ക്ലസ്റ്റർ ഫോം ചെയ്തു, എപ്സിലോൺ എന്ന് പറഞ്ഞ ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിന് വേറൊരു പോയിന്റും വരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ് പോലും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോയ്സ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇത് ബൗണ്ടറി പോയിന്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ആർ എന്ന് പറയുന്നത്, അതായത് എസ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ബൗണ്ടറി പോയിന്റ് എന്ന് വിളിക്കുക? എസ് എന്ന് പറയുന്നത് ബൗണ്ടറി പോയിന്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എപ്സിലോണിന് ചുറ്റും അകത്ത് വരുന്ന ഒരാളാണ് ആർ. ഈ ആർ എന്ന് പറയുന്ന പോയിന്റ് ഈ പറയുന്ന, അതായത് ഈ പറയുന്ന ക്ലസ്റ്ററിൻ്റെ, അതായത് ഈ പറയുന്ന ക്ലസ്റ്ററിൻ്റെ എന്താണ്? കോർ പോയിന്റ് ആണ്. കോർ പോയിന്റ് ആവണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ അടുത്ത ക്ലസ്റ്ററിൽ എത്രയായിരിക്കണം പോയിന്റ് എന്ന് പറയുന്നത്? സി ഹിയർ, അടുത്ത ക്ലസ്റ്ററിൽ ഇവിടെ ഇപ്പം ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേക്കണേ. അപ്പം ഈ 2 പോയിന്റും ഉണ്ട്. ആർ എന്ന് പറയുന്നത് കോർ പോയിന്റ് ആണ്, എസ് എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, വെൻ ഐ എം കൺസിഡറിങ് ഐ ഹാവ് ടു ചെക്ക് വെദർ ദിസ് എസ് ഇസ് എ ബോർഡർ പോയിന്റ് ഓർ എ കോർ പോയിന്റ്. അപ്പോൾ കോർ പോയിന്റ് ആണോ എസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കോർ പോയിന്റ് ആണോ എന്ന് നോക്കിയാൽ കോർ പോയിന്റ് അല്ല, അതിനകത്ത് ഒരൊറ്റ പോയിന്റേ കിടപ്പുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കോർ പോയിന്റ്, വേറെ ഏതെങ്കിലും ക്ലസ്റ്ററിൻ്റെ കോർ പോയിന്റ് ആണോ എന്ന് നോക്കും. ആണല്ലോ, ഈ പറയുന്ന ക്ലസ്റ്ററിൻ്റെ കോർ പോയിന്റ് ആണ് ആറ്. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൗണ്ടറി പോയിന്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ 2 പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. നെക്സ്റ്റ്, ഡെൻസിറ്റി റീച്ചബിൾ. എന്താണ് ഡെൻസിറ്റി റീച്ചബിൾ? ആൻ ഓബ്ജക്റ്റ് ക്യൂ ഈസ് ഡെൻസിറ്റി റീച്ചബിൾ. ഒരു ക്യൂ എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഡെൻസിറ്റി റീച്ചബിൾ ആണ് എന്ന് പറയണമെങ്കിൽ ഏതിനെ വെച്ച് കൺസിഡർ ചെയ്ത്? പി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ വെച്ചിട്ട് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഡെൻസിറ്റി റീച്ചബിൾ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ എടുക്കുന്നത്, അതായത് ഇങ്ങനെയാണ് വരുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഡെൻസിറ്റി റീച്ചബിൾ ആയിരിക്കണം ഫ്രം പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഒരു കോർ പോയിന്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ വരുന്ന, അതായത് ഈ പറയുന്ന പീൻ്റെ ഉള്ളിൽ വരുന്ന, പി എന്ന് പറയുന്ന പോയിന്റ് എപ്സിലോൺ എന്ന് പറയുന്ന റേഡിയസ് വെച്ച് വരച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന പോയിന്റ് ആണ് ആര്? ക്യൂ എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻ ഓബ്ജക്റ്റ് ക്യൂ ഈസ് ഡെൻസിറ്റി റീച്ചബിൾ ഫ്രം പി ഇഫ് പി ഈസ് എ കോർ ഓബ്ജക്റ്റ് ആൻഡ് ക്യൂ ഈസ് എൻ എപ്സിലോൺ ഓഫ് പി. ഓക്കെ, ദാറ്റ് മീൻസ് പി എന്ന് പറയുന്ന പോയിന്റ് എപ്സിലോൺ എന്ന് പറയുന്ന റേഡിയസ് വെച്ചിട്ട് വരച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന പോയിന്റ് ആണ് ആര്? ക്യൂ. ഓക്കെ, സോ ഇന്നൊരു അൽഗൃതം ഉണ്ട്, സിമ്പിളാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര അപ് ടു xn വരെയുള്ള പോയിന്റ്സുകളുണ്ട്. ഓക്കെ, xn വരെയുള്ള പോയിന്റ്സുകളുണ്ട്. ബി എ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. അതിനകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? എപ്സിലോണും വേണം, പിന്നെ മിനിമം നമ്പർ ഓഫ് പോയിന്റ്സും വേണം. അത് ഒരു ക്ലസ്റ്ററിനകത്ത് വേണ്ട മിനിമം നമ്പർ ഓഫ് പോയിന്റ്സിനെ ഞാൻ m0 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പം സ്റ്റാർട്ട് വിത്ത് ആൻ ആർബിട്രറി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പി എന്ന് പറഞ്ഞിട്ട്. ആ പി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ചെക്ക് ദി നെയ്ബർഹുഡ് ഓഫ് ദറ്റ് പി.
പിൻ്റെ നെയ്ബർഹുഡ് നോക്കണം. അതായത് എക്സ്ട്രാക്ട് ദി എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് പി. അതായത് ഈ ഒരു പി, അതായത് ഇങ്ങനെ നിങ്ങൾ നോക്കണം. ഇത് പി ആണെങ്കിൽ ഇത് എപ്സിലോൺ നെയ്ബർഹുഡിൽ എത്ര പേരുണ്ടെന്ന് നോക്കണം. ഇഫ് ദ നമ്പർ സ്റ്റെപ്പ് 3, ഇഫ് ദ നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ എൻ എപ്സിലോൺ ഓഫ് പി ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ എം നോട്ട്, എം നോട്ടിനേക്കാട്ടിലും കൂടുതലല്ല എന്നുണ്ടെങ്കിൽ, മീൻസ് അതിനേക്കാട്ടിലും കുറവോ ആണ് എന്നുണ്ടെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ എന്താക്കി കൺസിഡർ ചെയ്യണം? നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതർവൈസ് വി ഹാവ് ടു ചെക്ക് ഫോർ ബോർഡർ പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു അൽഗോരിതത്തിനകത്ത് ബോർഡർ പോയിന്റ് കാര്യം പറയുന്നില്ല. ഓക്കെ, next, if the number of points in n epsilon of p is greater than m നോട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പോയിന്റ് പി എന്ന് പറയുന്നത് കോർ പോയിന്റ് ആണ്. ആൻഡ് ഈസ് മാർക്ക്ഡ് ആസ് വിസിറ്റഡ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. സെലക്ട് ന്യൂ ക്ലസ്റ്റർ ഐ ഡി. അപ്പോൾ പി പറയുന്നതിനകത്ത് ഒരു പുതിയ ക്ലസ്റ്റർ ഐ ഡിയും ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഒബ്ജക്ട്സിനെയും ആ ഒരു ക്ലസ്റ്റർ ഐ ഡിയിൽ ഉൾപ്പെടുത്തണം. അതായത് പി എന്ന് പറയുന്ന ക്ലസ്റ്റർ ഐ ഡിക്കകത്ത് വരുന്ന കുറേ പോയിന്റ്സുകൾ ഉണ്ടായിരിക്കും. ഇനി ഇഫ് എ പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ ക്ലസ്റ്റർ ദെൻ ഇറ്റ്സ് എപ്സിലോൺ നെയ്ബർഹുഡ് ഈസ് ഓൾസോ. അതായത് ഇഫ് എ പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പോയിന്റിനെ കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡ് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? സെയിം പ്രൊസീജിയർ, സ്റ്റെപ്പ് 2. അതായത് ഞാനിപ്പോൾ ഈ പിക്ക് ഉള്ളത് ആളിനെ കണ്ടുപിടിച്ചു, ഇതിന് ചുറ്റുമുള്ള ആളിനെയും കണ്ടുപിടിച്ചു. ഇനി ഈ ആളിൽ കോർ പോയിന്റ് ആക്കി വെച്ചിട്ട് സെയിം പ്രൊസീജിയർ, ഈ ആൾ കോർ പോയിന്റ് ആക്കി വെച്ചിട്ട് സെയിം പ്രൊസീജിയർ, ഈ ആൾ കോർ പോയിന്റ്, അങ്ങനെ ഓരോന്നിനും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, സോ ഇഫ് എ പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ ക്ലസ്റ്റർ ദെൻ ഇറ്റ്സ് എപ്സിലോൺ നെയ്ബർഹുഡ് ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് ദ ക്ലസ്റ്റർ ആൻഡ് എബവ് പ്രൊസീജിയർ ഫ്രം സ്റ്റെപ്പ് 2 ഈസ് റിപ്പീറ്റഡ് ഫോർ ഓൾ ദ എപ്സിലോൺ നെയ്ബർഹുഡ് പോയിന്റ്സ്. എല്ലാ പോയിന്റ്സിനും ഞാൻ കണ്ടുപിടിക്കണം. This is repeated until all points in the cluster are determined. കറക്റ്റായിട്ട് ക്ലസ്റ്ററിനകത്തുള്ള എല്ലാ പോയിന്റ്സിനെയും കറക്റ്റായിട്ട് അത് കോർ പോയിന്റ് ആണോ, അത് ബോർഡർ പോയിന്റ് ആണോ, അത് നോയ്സ് പോയിന്റ് ആണോ എന്ന് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. Next one is a new visited point is retrieved and processed leading to the discovery of the further cluster or noise. ഒരു അടുത്തന്നെ പുതിയ നോഡ് എടുക്കുക, അതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യുക, അത് ക്ലസ്റ്ററിനകത്തേക്ക് ആഡ് ചെയ്യണോ അതേ നോയ്സ് പോയിന്റ് ആയിട്ട് മാറ്റണം എന്നുള്ളത് നോക്കുക. ഈ പറയുന്ന പ്രോസസ്സ് എല്ലാ പോയിന്റ്സും വിസിറ്റ് ചെയ്യുന്നത് വരെ ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, so these are the 7 steps which is available for the DB scan. Here I think in this algorithm I didn't see any kind of border points കണ്ടിട്ടില്ല. അപ്പോൾ let me check any other algorithm is available for that. ഓക്കെ, ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ K2വിൻ്റെ സൈറ്റിനകത്ത് ഉള്ളതുമായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സെയിം ആയിരുന്നു. ലെറ്റ് മീ ചെക്ക് അനദർ അൽഗോരിതം. ഐ ഹോപ്പ് ദിസ് ഈസ് ദി അൽഗോരിതം ഫോർ ദി DB സ്കാൻ. എനിവേസ് ഐ വിൽ സെർച്ച് ഫോർ അനദർ വൺ. ആൻഡ് ഓൾസോ ഐ ഡിഡൻറ്റ് മെൻഷൻ ദീസ് പോയിന്റ്. ഈ പറയുന്ന പോയിന്റ്സിൻ്റെ ഡെഫിനിഷൻസ് ഞാൻ എഴുതിയിട്ടില്ല. ആ ഡെഫിനിഷൻസ് ആണ്. എന്താണ് കോർ പോയിന്റ്? എ പോയിന്റ് ഈസ് എ കോർ പോയിന്റ് ഇഫ് ഇറ്റ് ഹാസ് മോർ ദാൻ മിനിമം പോയിന്റ്സ് വിത്തിൻ എപ്സിലോണിൻ്റെ ഉള്ളിൽ 3 മിനിമം പോയിന്റ്സ് ഉണ്ടായിരിക്കണം. ബോർഡർ പോയിന്റ് എന്താണ്? എ പോയിന്റ് വിച്ച് ഹാസ് ഫീവർ ദാൻ മിനിമം പോയിന്റ്സിനേക്കാട്ടിലും കുറവും, എപ്സിലോണിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുമ്പോൾ മിനിമം പോയിന്റ്സിനേക്കാളും കുറവും, ബട്ട് അതിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് കോർ പോയിന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന പോയിന്റ് എന്താകും? ബോർഡർ പോയിന്റ് ആകും. നോയ്സ് ഓർ ഔട്ട്ലയർ, എ പോയിന്റ് വിച്ച് ഇസ് നോട്ട് എ കോർ പോയിന്റ്, ബോർഡർ പോയിന്റും കോർ പോയിന്റും അല്ലാത്തൊരു പോയിന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നോയ്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ നൗ വി നീഡ് ടു സ്റ്റഡി അബൌട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ DB സ്കാൻ ആൻഡ് K മീൻസ്. അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, this portion is going to cover the difference between the K-means and density based. This question ചോദിച്ചിട്ടുണ്ട്, when is density based clustering preferred over K-means clustering? അതാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ മതിയാകും. ഇത് K2വിൽ കിടക്കുന്ന നോട്ടാണ്. In density based clustering, clusters are defined as areas of higher density than the remainder of the data set. അല്ലേ? ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിനകത്ത് ഹയർ ഡെൻസിറ്റി ഉള്ള ഏരിയാസിനെ നമ്മൾ ക്ലസ്റ്റർ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓബ്ജക്ട്സ് ഇൻ ദീസ് സ്പാർസ് ഏരിയാസ് ദാറ്റ് ആർ റിക്വയർഡ് ടു സെപ്പറേറ്റ് ക്ലസ്റ്റർ. അതായത് സ്പാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസ് ഉണ്ട്, സ്പാർസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ കിടക്കുന്ന ഏരിയാസിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലസ്റ്ററിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലുള്ള നോയ്സ് പോയിൻറ്റ്സിനെ കറക്റ്റായിട്ട് DB സ്കാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് K മീൻസ് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് അത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ആർ യൂഷ്വലി കൺസിഡേർഡ്. അപ്പോൾ എന്താണ്?
These particular, that means sparse areas or a separate clusters that are required to separate the clusters are usually considered. Such type of a point is called noise and border points. ആ border pointsനെ നമ്മൾ ശരിക്കും border points ആയിട്ട് core point ആണ് മെയിൻ ആയിട്ട് വരുന്ന ആക്ച്വൽ പോയിന്റ്സ് ആണ്. The most popular density based clustering എന്ന് പറഞ്ഞാൽ DB scan ആണ്. K-means clustering എന്ന് പറയുന്നത് എവിടെയാണ് ഫെയിൽ ആവുന്നത്? Will fail to cluster based on density. K-means ഒരിക്കലും ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത്, പകരം അത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഡിസ്റ്റൻസ് ടു നിയറസ്റ്റ് സെൻട്രോയിഡ് കണ്ടുപിടിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇറ്റ് വുഡ് ഒബ്റ്റെയിൻ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ്. ഓക്കെ, so it would obtain different clusters in comparison to density based. It fails to capture the complex density pattern in the dataset. ഡേറ്റാസെറ്റിനകത്തുള്ള കോംപ്ലെക്സ് ആയിട്ട് കിടക്കുന്ന അത്രത്തോളം ഡെൻസിറ്റി കൂടി കിടക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും, ഒരു ഡേറ്റാ സെറ്റിൽ നിന്നും കെ മീൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ക്ലസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് കെ മീൻസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബട്ട് ഡെൻസിറ്റി ബേസ് ക്യാൻ ഡു. First, this figure shows an example of cases where density-based clustering can be applied to capture the complex patterns. നിങ്ങളത് നോക്കുമ്പോൾ അറിയാം, ഇത്തരത്തിലുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള പാറ്റേൺസിന് കെ മീൻസ് കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് കൊണ്ട് നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് അത് DB സ്കാൻ വെച്ചിട്ട് പറ്റും. അതാണ് നിങ്ങൾക്ക് കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുക നിങ്ങൾ എക്സാമിനും. അപ്പം ഇതേ മാതിരത്തിലുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെ ഫോം ചെയ്യാൻ ആരെ കൊണ്ടേ പറ്റുള്ളൂ? ഡെൻസിറ്റി ബേസിനെ കൊണ്ടേ പറ്റുള്ളൂ. ഓക്കെ, സോ ബാക്കിയുള്ള എല്ലാം നമ്മൾ പഠിച്ചത് തന്നെയാണ്. എന്താണ് കോർ പോയിൻ്റ്, എന്താണ് ഡെൻസിറ്റി റീച്ചബിൾ എന്നെല്ലാം. പിന്നെ ഇത് ആ കിടക്കുന്ന അൽഗോരിതമാണ്, ഞാൻ ഈ പറഞ്ഞ അൽഗോരിതമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നതായിരുന്നു എക്സ്പെക്റ്റേഷൻ മാക്സിമൈസേഷൻ അൽഗോരിതം, അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഞാൻ നോക്കട്ടെ, കെ മീൻസിനും ഡെൻസിറ്റി ബേസിനും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും നോട്ട്സുകൾ ഉണ്ടോ എന്ന് നോക്കട്ടെ. അത് വെച്ചിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്താണ് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജോലിയാണ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത്. പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഞാൻ ഈ 6th മോഡ്യൂളിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ അതായത് ഹൈറാർക്കിക്കലും കെ മീൻസിലുമാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അപ്പം അതിൻ്റെ ഉള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി തന്നിട്ട് നമുക്ക് ചെയ്യണം. പല രീതിയിൽ ചോദിക്കാം. കംപ്ലീറ്റ് സിംഗിൾ ലിങ്കേജ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കി എല്ലാത്തിനകത്തു നിന്നും വർക്കൗട്ട് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻസ് തരുന്നത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ജെനുവിൻ ആയിട്ട് തിരിച്ചെനിക്ക് കാണിക്കണം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു. ഇപ്പോൾ ഒഴിക്കാണ്. മെച്ചുവിൻ്റെ അടുത്താണോ? കുക്കറില ചീനിക്കിഴങ്ങ്